ജൂൺ 19 വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. എന്ന് പറയുന്ന ഒരു ജീവിതത്തെ എല്ലാ സ്കൂളുകളിലും വായനാ വാരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് വരണ്ട മനുഷ്യൻ വരണ്ട ഭൂമിയെ പോലെയാണ്. നമ്മൾ കടന്നു പോകുന്ന തീർച്ചയായും മദേഴ്സ് അവിടെയുള്ള നല്ല പുസ്തകങ്ങൾ ഇറങ്ങി പോകുന്നില്ല. പക്ഷേ ഈ ദിനത്തിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് വളരെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആകർഷിച്ചതെന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ജന്മന മനുഷ്യർക്ക് ചില കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 പരീക്ഷ എഴുതി കഴിഞ്ഞു. അച്ചടിച്ച കഥയാണ്. അതിന് മുമ്പ് എഴുതിയ കഥകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്റെ ആദ്യത്തെ അനുഭവം ഓർമ്മകളായി പരിണമിക്കുകയും ആ ഓർമ്മകളെ നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നതാണ് കഥ. വിഷയങ്ങളെ അടയാളപ്പെടുത്തുക. ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് 45 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയെ കുറിച്ചാണ്. ആ കാലഘട്ടത്തിൽ എന്റെ നാട്ടിൽ എനിക്ക് അനുഭവപ്പെട്ട ചില എന്ന് പറയുമ്പോ ഇതിലെ വെല്ലുവിളി നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചുള്ള വെല്ലുവിളി, ഞാൻ അധികവും ദേശം ആണ് എഴുതിയത്. ദേശത്തെ പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് കുറെ എഴുതി കഴിഞ്ഞപ്പോ ചെറുമ്പ് ദേശത്തെ കഥകളായിരുന്നു ഞാൻ അധികം എഴുതിയത്. പക്ഷെ എന്നെ ഞാൻ തന്നെ എന്താ പറയാ, നമ്മളെ പ്രശംസ ചെയ്യും. അതായത് ഇകഴ്ത്തലും പുകഴ്ത്തലും ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ എഴുത്തിലുണ്ട്. ഇപ്പൊ എന്നെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ മാർഗം എന്താ പറയുക, നമ്മൾ പറയുന്നത് നെയ്യിലൂടെ നൂല് വലിക്കുന്ന പോലെ സ്നേഹിച്ചു കൊല്ലുവാനാണ് അല്ലേ? ഒരാളെ ഇല്ലായ്മ ചെയ്ത് ഇപ്പോഴത്തെ കഥ ഞാൻ എന്ത് മണ്ടത്തരം എഴുതിയാലും സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് മലയാള സാഹിത്യത്തെ സ്വാധീനിക്കുന്നത്? ഞാൻ കുടുങ്ങി പോവുകയെ. അന്ന പോലെ ഈ കഥകളിൽ നിന്ന് നല്ല കഥ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഈ 10 അല്ലെങ്കിൽ 5 കുട്ടികൾ കുറവല്ലേ, 3-4 കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ആയിരിക്കാം. എങ്കിൽ പോലും ഒരു കുട്ടിയോട് അമ്മയ്ക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും, ഒരു കുട്ടിയോട് അച്ഛനും സ്നേഹം ഉണ്ടാവും. ഇത് ഒരു നിയതമായ സംഗതിയാണ്. അതിന് വീടുകളിലൊക്കെ ആലോചിച്ചു കൊടുക്കും. ഇപ്പൊക്കെ അമ്മമാരായിട്ടുണ്ടാവും, അത് ഞാൻ അധ്യാപകന്മാരെ പറയുന്നത്, അതുപോലെ അധ്യാപകരും. അതേസമയത്ത് നിങ്ങൾക്കും അങ്ങനെ ആവാം. എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയുകയും ചെയ്യും. അരിവുമരം എന്ന കഥയിൽ ഗ്രാൻഡ് ഫാദർ വളരെ ഏറ്റവും അപകടകരമായ സംഗതി എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്നത് വല്ലാതെ പുകഴ്ത്തലുകൾക്ക് ഇടം നൽകും. ഇനി ആരെങ്കിലും ഒരാള് അതിനെ വിമർശിക്കുന്നു, തീർച്ചയായിട്ടും അറിയും. അതായത് ചോദിച്ച കുട്ടിയെ അറിഞ്ഞാൽ ആരാണ് ഗ്രാൻഡ് ഫാദർ എന്ന്. 5 എത്ര പേര്? പുസ്തകങ്ങളെ എന്റെ സുഹൃത്തുക്കളായി അറിവും ചിന്താശേഷിയും നല്ല പുസ്തകം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കറിയാം. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മളിലേക്ക് അദ്ദേഹം ഒഴുക്കി തന്നത്. ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഇപ്പോഴത്തെ തലമുറക്ക് അറിയാത്ത ഒരു പുതിയ ലോകം അദ്ദേഹം ഈ നമ്മുടെ മ്യൂസിയത്തിന്റെ മുമ്പിൽ തുറക്കുകയുണ്ടായി.